ഹലോ ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് അതുല്യ. വിന്യ. ഇങ്ങനെ അപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ആക്ച്വലി പൃഥ്വിരാജ് ആയത് കാരണം ഒരു ഹൈപ്പൊക്കെ ഉണ്ട്, കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബ്രോ ഹായ്, പേരെങ്ങനെയായിരുന്നു? സാബിത്തില്ല. എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ കണ്ടോ? സീനസ് ആണ്. എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഒക്കെ? എത്രത്തോളമാണ്? ഹോളിവുഡ് റേഞ്ചിൽ മലയാളത്തിൽ വന്ന ആദ്യ ട്രെയിലർ. പിന്നെ താങ്ങാൻ പറ്റാത്ത ലാലേട്ടൻ്റെ എപ്പിസോഡും നല്ല പെർഫോമൻസും തീരാ പറ്റില്ല. പൃഥ്വിരാജിന്റെ ഒരു ക്യാമിയോ വില്ലന്റെ വരുന്ന ഉറപ്പാണ്, ആരാന്നറിയില്ല. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? നന്ദ. അപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഒരുപാട് ഹൈ എക്സ്പെക്ടേഷൻ തന്നെ പറയാം. കാരണം പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, മുരളി ഗൗരിയുടെ സ്ക്രിപ്റ്റ് എന്തായാലും അടിപൊളിയായിരിക്കുന്നുള്ള ലൂസിഫർ കണ്ടവരെ ആരും ഇതിനെ എമ്പുരാൻ ഹൈ ലെവൽ പ്രതീക്ഷിക്കും. പിന്നെ അതിന് മുന്നേ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ തേർഡ് പാർട്ട് നമ്മൾ കാണണം എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തും. അങ്ങനെയായിരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റ്. ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ അതൊരു സൂപ്പർ ഒരു അടിപൊളി ട്രെയിലറായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഫാൻ ഷോൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയി കാണണം. നല്ല ഒരു വിജയമായി മാറുന്നുള്ളത് ഉറപ്പുണ്ട്. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് അഭിജിത്ത്. അഭിജിത്തില്ലേ. അപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ ഉണ്ടായിരുന്നു? പിന്നെന്താ, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ ഒക്കെ എത്രത്തോളമാണ്? എക്സ്പെക്ടേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരു വൺ ഓഫ് ദ നല്ല മൂവി എന്ന് വിചാരിക്കണം. ഫസ്റ്റിനെ കാട്ടിയും ലൂസിഫറിനെ കാട്ടിയും കുറച്ചുകൂടെ എന്താ പറയുക, നല്ല രീതിയിൽ മേക്കിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സ്പെക്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ, അതാണ് ഒരു ആഗ്രഹം. ലാലേട്ടൻ്റെ നല്ലൊരു ആക്ടിങ് ഇതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, സംതിങ് സസ്പെൻസ് ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം നിറവേറട്ടെ എന്ന് വിചാരിക്കുന്നു. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് പ്രമോദ്. എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടായിരുന്നു? കണ്ടല്ലോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ, മാസല്ലേ, ഒന്നും പറയാനില്ലല്ലോ. എക്സ്പെക്ടേഷൻ ഒക്കെ എങ്ങനെയാണ്? പൊളിയായിരിക്കും. പാർട്ട് 1 വേറെ ലെവലാകുമ്പോൾ 2 പറയാനില്ലല്ലോ. വെയിറ്റിംഗ് 27-ാം തീയതി വരെ. ലാലേട്ടൻ ഫാനാണോ? പിന്നെ കട്ട ഫാനല്ലേ. ലാലേട്ടൻ ഫാൻ ആർക്കും ഇഷ്ടപ്പെടാതെ. എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അതെ അല്ലേ? അതെ. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? ധനുഷ്. ധനുഷല്ലേ. എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടായിരുന്നു? കണ്ടിരുന്നു. എങ്ങനെയുണ്ട്? എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. കാരണം അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും സിനിമാറ്റോഗ്രഫിയും നമ്മൾ നോക്കി വെച്ചിട്ട് ആ ഒരു ട്രെയിലറിൽ നമുക്കൊരു സെറ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഉള്ളൂ. അത് ഭയങ്കര ഹൈ ആണ്. പിന്നെ എന്തായാലും ലൂസിഫർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി എന്തായാലും അപ്ഗ്രേഡഡ് ആണ്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അതിൽ. അപ്പോൾ അത് വളരെയധികം എക്സ്പെക്റ്റഡ് ആണത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻ സൈസ്, സ്ക്രീൻ റേഷ്യോ ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐമാക്സിലുള്ളതാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്.